പണ്ട് പണ്ട് 4 സന്യാസിമാർ ഒരു രാജ്യാതിർത്തിയിലൂടെ യാത്ര ചെയ്യായിരുന്നു. സമയം അപ്പോഴേക്കും ഒത്തിരി വൈകിയിരുന്നു. സന്ധ്യ മയങ്ങി. അങ്ങനെ ആ സന്യാസിമാർ അവർ എത്തിച്ചേർന്ന സ്ഥലത്ത് രാത്രി വിശ്രമിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അവർ ഒരു യോഗ്യമായ സ്ഥലം വിശ്രമിക്കാനായിട്ട് കണ്ടെത്തി. അവരങ്ങനെ ആ കണ്ടെത്തിയ സ്ഥലത്ത് തങ്ങാനായിട്ട് തീരുമാനിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അവർ പതിവ് ചെയ്യാറുള്ളത് പോലെ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആരംഭിച്ചു. സന്ധ്യ വൈകി, ഇരുട്ട് കയറിയിരുന്നു അപ്പോഴേക്കും. സോ അവർ ഒരു തീപ്പന്തം കത്തിച്ചു വെച്ചു. എന്നിട്ട് ആ പന്തത്തെ നോക്കിയിരുന്ന് നിശബ്ദമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആരംഭിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കാറ്റടിക്കുകയും പന്തം ഏതാണ്ട് തീ അണഞ്ഞു പോകുന്ന പരുവത്തിലേക്ക് വന്നു. ഇത് കണ്ടതും ആദ്യം വരുന്ന സന്യാസി പറഞ്ഞു, മിക്കവാറും ആ പന്തം അണഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കേട്ട് ഏറ്റുപിടിച്ച് രണ്ടാമതിരുന്ന സന്യാസി പറഞ്ഞു, അതെ, മിക്കവാറും നമ്മൾ ഇരുട്ടത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും. ഉടനെ മൂന്നാമതിരുന്ന സന്യാസി രണ്ടുപേരും പറയുന്നത് കേട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട്, ഒന്ന് മിണ്ടാതെ ഇരിക്കാമോ, നിങ്ങൾ രണ്ടുപേരും മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കുന്നു. മൂന്നാമൻ ഇത് പറഞ്ഞു കഴിഞ്ഞതും നാലാമതിരുന്ന സന്യാസി പറയുന്നു, അഹഹഹ, ഞാൻ മാത്രമേ അപ്പോൾ ഈ കൂട്ടത്തിൽ ഒന്നും മിണ്ടാതെ ശാന്തമായിട്ടിരുന്നുള്ളൂ. ഈ ഒരു കഥ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, എല്ലാ സന്യാസിമാരും, അതായത് 4 പേരും വ്യത്യസ്തമായ കാരണങ്ങളാൽ അവരുടെ നിശബ്ദതയെ ലംഘിച്ചു എന്ന്. ആദ്യം വരുന്ന സന്യാസി അവന്റെ ശ്രദ്ധയെ ഇല്ലാതാക്കിയത് പന്തം കാറ്റിൽ അണയുമോ എന്നുള്ള സന്ദേഹം പറഞ്ഞുകൊണ്ടാണ്. അതായത് അവൻ മനസ്സിലാക്കിയില്ല അവൻ ചെയ്യുന്നത് എത്ര വലിയൊരു കാര്യമാണെന്ന്. അതുപോലെ തന്നെ രണ്ടാമൻ ചെയ്ത തെറ്റ് ഒന്നാമൻ പറഞ്ഞതെന്താണോ അതിനെ ഏറ്റുപിടിച്ചതാണ്. മൂന്നാമനാണെങ്കിലോ ഇരുവരും തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ശ്രദ്ധയിൽ നിന്ന് അകറ്റിയതിനുള്ള ദേഷ്യമാണ് അവൻ പ്രകടിപ്പിക്കേണ്ടത്. നാലാമനാണെങ്കിലോ അഹങ്കാരം കൊണ്ട് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന ബോധത്തിൽ നിന്ന് വ്യതിചലിച്ച് വീമ്പ് പറയുകയാണ് ഉണ്ടായത്. പറഞ്ഞു വന്നാൽ ഓരോരുത്തരും, അതായത് ഓരോ സന്യാസിമാരും അവരുടെ തെറ്റിനെ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. പറഞ്ഞു വരുന്നത്, ഈ ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കാനാണ് വ്യഗ്രതപ്പെടുന്നത്, അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത്. പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. പക്ഷെ ഈ പറഞ്ഞവർ ആരും അവരുടെ തെറ്റ് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ടത്, അവർ മറ്റുള്ളവരുടെ മേൽ വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ മറ്റു 3 വിരലുകൾ അവരുടെ നേരെയാണ് ചൂണ്ടിയിരിക്കുന്നത് എന്നാണ്. നമ്മൾ നമ്മുടെ തെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇഫ് വി ഫോക്കസ് ഓൺ അവർ മിസ്റ്റേക്സ് ആൻഡ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ പോകാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മളുടെ തെറ്റുകൾ നമ്മൾ സ്വയം തിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒത്തിരി തർക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ ആരെയും വിധിക്കാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ ഇരിക്കുക. കാരണം നിങ്ങൾ എല്ലാ കാര്യത്തിലും സർവവും തികഞ്ഞ ആളായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് ചാൻസസ് ആർ യു ആർ നോട്ട് പെർഫെക്റ്റ് യുവർ സെൽഫ്.